ബ്രിട്ടനിൽ ഒരു 17 വയസ്സുകാരൻ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയാണ്, കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ്. ആരോ പ്രചരിപ്പിക്കുന്നു അതൊരു അഭയാർത്ഥിയായി വന്ന മുസ്ലിമാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള വിദ്വേഷ പ്രചാരണം ഒരു ഭാഗത്ത് നടത്തുന്നു. ഇത് കേട്ടറിഞ്ഞ് ആളുകൾ തെരുവിലിറങ്ങുന്നു, വലിയ രീതിയിൽ കുടിയേറ്റക്കാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു, കയ്യേറ്റങ്ങൾ നടത്തുന്നു, ആക്രമണം നടത്തുന്നു. അതിനെതിരെ അവിടെ ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റും അതിനെതിരെ അവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ അടക്കമുള്ളവർ വലിയ രീതിയിൽ ഈ പ്രക്ഷോഭത്തെ തടുത്തു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് വിജയിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്നത്. അജിംസ്, ഈ ഇത്തരം എന്താ പറയുക വിദ്വേഷ പ്രചാരണത്തിൽ വിശ്വസിച്ച് ആളുകൾ ഇങ്ങനെ വെറുതെ ഒരു കാര്യവുമില്ലാതെ മലയാളികൾ അടക്കമുള്ളവർ അവിടെ വലിയ പേടി അനുഭവിക്കുകയാണ് ഇവരുടെ ഈ അക്രമം കാരണം. നിലവിൽ ബ്രിട്ടനിലെ ഈ അവസ്ഥ ഭയപ്പെടുത്തുന്നതാണോ? ഭയപ്പെടുന്ന വെച്ചാൽ ബ്രിട്ടൻ പൊതുവെ അങ്ങനെ ഒരു സമാധാനപരമായ ഒരു രാജ്യമാണ്. ഈ അർത്ഥത്തിലുള്ള വംശീയതൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു. അവിടെ മാറ്റം വരുന്നത് ഈ സ്വാഭാവികമായിട്ട് 2010 ശേഷമാണ്. 2010 ശേഷം ഈ റൈറ്റ് വിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അമേരിക്കയിലെ പോലെ ഒരു നിയോനാസി മൂവ്മെൻറ്റോ അങ്ങനെ ഒരു ക്ലൂ ക്ലക്സ് ക്ലാൻ പോലുള്ള വർഗീയവാദികളോ ഇല്ലാത്ത സ്ഥലമായിരുന്നു UK. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കാരണം വെച്ചാൽ അവിടെയുള്ള വ്യത്യസ്ത റേസിൽപ്പെട്ട മനുഷ്യരുടെ ഒരു കൂട്ടം ബ്രിട്ടനിലുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടൻ ഒരു കോമൺവെൽത്ത് രാജ്യമായിരുന്നുകൊണ്ട് തന്നെ ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കുടിയേറ്റക്കാരുള്ള ഒരു രാജ്യം കൂടിയാണ് UK. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹുസ്വരത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബഹുസ്വരതയിൽ ആശങ്ക ഉയർത്തുക, വെള്ളക്കാരായ അവിടുത്തെ ബ്രിട്ടീഷ് വംശജർക്ക് ആശങ്ക ഉയർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലത്തുണ്ടായിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയ കാലത്തുണ്ടായ പ്രചാരണങ്ങളുടെ ഒരു ഫലമാണ് 2014 ബ്രെക്സിറ്റ് റഫറൻഡം. UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ കാരണം അതുതന്നെയാണ്, തെറ്റായ പ്രചാരണം. അതായത് നമ്മുടെ അതിർത്തികൾ തുറന്നു കിടക്കുകയാണ് യൂറോപ്പിൽ. അപ്പോൾ യൂറോപ്പിൽ എവിടെ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നു, പ്രത്യേകിച്ചും കിഴക്കൻ യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. കിഴക്കൻ യൂറോപ്പ് വഴി റഷ്യക്കാർ ഇങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ഇവിടെ UK മണ്ണിൽ വന്ന് റഷ്യ ആളുകൾ അസാസിനേറ്റ് ചെയ്തിട്ട് പോകുന്നു. അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെയുള്ള ആശങ്ക പടർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെ ഫലമായിരുന്നു ഈ UK യൂറോപ്യൻ യൂണിയനിൽ തുടരേണ്ടതില്ല എന്ന റഫറൻഡം വരികയും ആ റഫറൻഡം വിജയിക്കുകയും അവർ EUയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത്. അതിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഇപ്പോൾ നാം കാണുന്ന കലാപെന്ന് കാണാൻ കഴിയും. അന്ന് ഈ ബ്രെക്സിറ്റ് റഫറൻഡം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രെക്സിറ്റിന് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ, ബോറിസ് ജോൺസൺ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്ന അദ്ദേഹം ലണ്ടൻ മേയറായിരുന്ന സമയത്ത് ബ്രെക്സിറ്റിന് വേണ്ടി വലിയ തോതിൽ വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാൾ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് പാർട്ടിയുടെ. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിൽ തന്നെ ചില ആളുകൾ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ചില നയങ്ങൾ ഈ പറയുന്ന വലതുപക്ഷ പ്രചാരണങ്ങളെ അനുകൂലിക്കുന്ന ഒന്നായിരുന്നു. അതായത് അത് പൊടുന്നനെ പൊട്ടിമുളച്ചതല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ വളർച്ചയിൽ കോൺഗ്രസ്സിന് പങ്കുണ്ടെന്ന് പറയുന്ന പോലെ UK ഈ പറയുന്ന വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ വളർച്ചയിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ഉയർന്നു വരുന്നത്. ഇപ്പോൾ എന്തായി മാറി? ഇപ്പോൾ ആ ബ്രെക്സിറ്റ് റഫറൻഡം കാലത്ത് ബ്രെക്സിറ്റിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന തീവ്ര വലതുപക്ഷവാദിയായ നിഗേൽ ഫറാഷ് ഇന്ന് UK MP ആണ്. അവർക്ക് ഗണ്യമായ 14% വോട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ MP ആണെന്ന് നിഗേൽ ഫറാഷ്. അപ്പോൾ നിഗേൽ ഫറാഷ് ഇപ്പോൾ ഈ പറയുന്ന അക്രമങ്ങളെ ഒന്നും അപലപിക്കുന്നു പോലും ചെയ്യുന്നില്ല. അദ്ദേഹം സൈലൻ്റായിട്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ പുതിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാവുന്ന കുറേ അധികം ആളുകൾ, വർഗീയത പറയുന്ന ആളുകളുണ്ട്, കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ്, അതിൻ്റെ പേര് ടോമി റോബിൻസൺ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കേസിൽ, ഇതുപോലുള്ള വർഗീയ പരാമർശത്തിൻ്റെ കേസിൽ UK കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അയാൾ ഇപ്പോൾ സൈപ്രസിൽ ഒളിവിൽ താമസിക്കുകയാണ്. ആ സൈപ്രസിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന വയലൻസ് കത്തിക്കാൻ വേണ്ടി അയാൾ നിരന്തരം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളുടെ അക്കൗണ്ട് തന്നെ നേരത്തെ മുമ്പ് ട്വിറ്റർ സസ്പെൻഡ് ചെയ്താണ്. എലോൺ മസ്ക് വന്നപ്പോൾ ട്രംപിൻ്റെ ഉൾപ്പെടെ കുറേ അധികം ആളുകളുടെ റീഇൻസ്റ്റേറ്റ് ചെയ്തല്ലോ, അതിൻ്റെ ഒപ്പം ഇയാളുടെ റീഇൻസ്റ്റേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ട്വിറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ വർഗീയതയും റേസിസവും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായി മാറിയതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു 17 വയസ്സുകാരൻ 3 കുട്ടികളെ കൊന്നാലും നൗഫൽ പറഞ്ഞല്ലോ, അത്തരം സംഭവങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിരവധി നടക്കുന്നുണ്ട്. അതായത് ലോൺലി വൂൾഫ് എന്നൊക്കെ പറയാവുന്ന വളരെ ഇൻട്രോവേർട്ടായ ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് ആയുധമെടുത്ത ആളുകളെ കൊല്ലുക. അപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രിട്ടൻ ഈ അമേരിക്ക പോലെ തോക്ക് സംസ്കാരമുള്ള സ്ഥലമല്ല. അവിടെ തോക്കിന് കർശനമായ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ തോക്ക് ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ് UK. പക്ഷെ അവിടെയുള്ള കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ കത്തിയാണ് ഉപയോഗിക്കുക. തോക്ക് ലഭ്യമല്ലാത്തതുകൊണ്ടാണത്. ഇപ്പോൾ ഈ 17 വയസ്സുള്ള ഒരു കുട്ടി എന്ന് തന്നെ നമ്മൾ പറയണം. ഒരു ചെറുപ്പക്കാരൻ പോലെ ഒരു കുട്ടി മറ്റു 3 കുട്ടികളെ കൊന്നൊരു സംഭവം, ആ സംഭവം അഭയാർത്ഥികളുള്ളതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നത്. അത് ഈ കുട്ടി
എന്താണ് ഇവിടെ നിന്നാണ് റുവാണ്ടയിൽ നിന്ന് വെയിൽസിലേക്ക് കുടിയേറിയ ഒരാളുടെ മകനാണ്, ആഫ്രിക്കൻ വംശജനാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അയാൾ മുസ്ലിമായിട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ട് വ്യാജ പ്രചാരണം നടക്കാണ്ട് പള്ളികൾ ആക്രമിക്കുക, മുസ്ലിം പള്ളികൾ ആക്രമിക്കുക, മുസ്ലിം ഭവനങ്ങൾ ആക്രമിക്കുക, മുസ്ലിം സ്ഥാപനങ്ങൾ ആക്രമിക്കുക, അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കുട്ടി എന്തിനത് ചെയ്തു, അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, എന്തിനാണ് 17 വയസ്സുള്ള കുട്ടി? ഇപ്പോൾ 17 വയസ്സുള്ള കുട്ടിക്ക് ഇവിടെ എന്താണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, അവനും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട്. അവൻ്റെ സ്കൂളിലുള്ള മറ്റ് കുട്ടികൾ പറയുന്നത് വെച്ചാൽ അവൻ പറയാറുള്ളത് എന്താണ്, ഞാൻ റുവാണ്ടയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ റുവാണ്ടൻ വംശഹത്യയെക്കുറിച്ച് ആ കുട്ടി കേട്ടിട്ടില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജനസൈഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് അവൻ അത് ചെയ്തതെന്ന് അവൻ്റെ സഹപ്രവർത്തകർ പറയുന്നു. അപ്പോൾ അത് വെച്ചാൽ മാനസിക നില തയ്യാറായ ഒരു കുട്ടിയുടെ ചെയ്തിയായിട്ട് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. ഒരു സ്റ്റേബിളായിട്ടുള്ള മെൻ്റൽ ഹെൽത്തുള്ള ആൾ അങ്ങനെ പറയില്ലല്ലോ, ഞാൻ ജനസൈഡ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അത് കൂട്ടക്കൊല, വംശഹത്യ പരിശീലിക്കുകയാണ്. അപ്പോൾ വന്ന് കൊല്ലുന്നത് അവിടുത്തെ വെള്ളക്കാരായ ആളുകൾ കൊല്ലുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായ, ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻഫ്ലുവൻസ് വഴിയായിരിക്കാം ആ കുട്ടി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. അതൊരു ടെററിസ്റ്റ് അറ്റാക്കോ അങ്ങനെയൊന്നുമല്ല, മറ്റെന്തെങ്കിലും ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തു പോലും ആയിരിക്കില്ല. പക്ഷേ അത് തീർത്തും അപലപനീയമായ തെറ്റായൊരു കാര്യം. അതിന് ആ രീതിയിൽ കാണേണ്ടതിന് പകരം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണോ UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്ത് കടത്തിയത്, അതിൻ്റെ മറ്റൊരു കാര്യം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ഭരണകൂടം കുറേ കൂടി സ്ട്രോങ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഹോം സെക്രട്ടറി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ആരാണെങ്കിലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ റയറ്റിൽ നിങ്ങളുണ്ടോ, നിങ്ങൾ ഈ വെക്കേഷനിൽ എന്താണ് ഉല്ലാസയാത്രയ്ക്ക് പോവുകയായിരിക്കില്ല, ജയിലിലായിരിക്കും എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മെസ്സേജ് അവർ കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്, ഈ കലാപം തടയാനും ശ്രമിക്കുന്നുണ്ട്, ഇത് വഷളാവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് നമ്മുടെ ഇന്ത്യയിലെ കാണുന്ന പോലെ റയറ്റ് നടക്കുമ്പോൾ റയറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിന്ന് പോലീസ് ഇരകളെ ആക്രമിക്കുക എല്ലാം അവിടെ ചെയ്യുന്നത്, അവർ കുറേ കൂടി ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് ആ കാര്യത്തിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു തുടക്കമാണ്, ഇത് ഒട്ടും ശുഭകരമായൊരു വാർത്തയല്ല. കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് അൺട്രസ്റ്റ് വളർത്താനും അതുപോലെ വംശീയത വളർത്താനുള്ള ശ്രമങ്ങൾ ബ്രിട്ടനിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിലും യൂറോപ്പിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ചും യൂറോപ്പിലേക്കൊക്കെ ഒരുപാട് കുടിയേറ്റം, ഇപ്പോൾ സിറിയൻ സിവിൽ വാറിന് ശേഷം യൂറോപ്പിലേക്ക് ധാരാളം കുടിയേറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഭയാർത്ഥികൾക്കെതിരെയും മറ്റുമായിട്ടുള്ള ഇസ്ലാമോഫോബിക്കുമായിട്ടുള്ള റയറ്റുകൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മലയാളികൾ ആയിരക്കണക്കിന് അവിടെയുണ്ട്. പല ആളുകളും ഇപ്പോൾ നമ്മുടെ ഓഫീസിലടക്കം അടക്കം വിളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അപ്പം എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ? നമ്മളിതിനു മുമ്പും ഇവിടെ നിന്ന് കുടിയേറുന്ന ആളുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ UK-ലേക്കടക്കം ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുക, അവിടെ കുറച്ച് കാലം താമസിക്കുക, PR എടുക്കുക എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്ന ആളുകൾ സത്യത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി പോകുന്നവരാണ്. സാഹചര്യം എന്ന് ഞാൻ പറയാൻ കാര്യം മെച്ചപ്പെട്ട സാമ്പത്തികാവസ്ഥയല്ല, മറിച്ച് മെച്ചപ്പെട്ട ലൈഫ്, മെച്ചപ്പെട്ട മ്യൂച്വൽ റെസ്പെക്റ്റ്, മെച്ചപ്പെട്ട പൊതുവിടത്തിലെ സുരക്ഷ, മെച്ചപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥ, പൊതുവിടത്തിലെ സുരക്ഷ, മ്യൂച്വൽ റെസ്പെക്റ്റ്, ബെറ്റർ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, ഇത് ആഗ്രഹിച്ചു പോകുന്നവരാണ്. എന്ന് വെച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹിക അന്തരീക്ഷം കൊതിച്ചു പോകുന്നവരാണ് കൂടുതലും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവേചനത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും സംഘർഷാന്തരീക്ഷത്തിൽ നിന്ന് ഇവിടുന്ന് പോയി കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാം എന്നാഗ്രഹിച്ചു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് നിരാശാജനകമാണ് ഇത്. വംശീയതയുടെ വെറുപ്പിൻ്റെ വേരുകൾ എല്ലായിടത്തേക്കും പടരുന്നുണ്ടെന്നും അതിൻ്റെ കുന്തമുന നമ്മളെ വിട്ടു പോകുന്നില്ല എന്നുമുള്ള കടുത്ത നിരാശയ്ക്ക് അവർ ഇരകളാക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എവിടെയെങ്കിലും പോയാൽ ഇത്രയും വിഭജനവും വർഗീയതയൊന്നും ഉണ്ട്, സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ. ശരിയാണ്, മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം കൂടുതലും, പക്ഷേ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ ആക്രമണത്തിൽ ഇപ്പോൾ ഉണ്ടായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രൊട്ടസ്റ്റോ ആക്രമണമോ അതിലേറ്റവും കൂടുതൽ അതിൻ്റെ അനുഭവിച്ചിരിക്കുന്ന ആളുകൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്ന ആളുകളെയും ഇവരാക്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുടിയേറ്റക്കാരായ ആളുകൾ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ തകർക്കാൻ പോകുന്ന വലിയ ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കാര്യം അജിംസ് പറഞ്ഞു. ഇപ്പോൾ ഈ കൺസർവേറ്റീവ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഹോപ്പ് നോട്ട് ഫോർ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട്. അവർ പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയിലെ 58% ആളുകളും വിശ്വസിക്കുന്നു ഇസ്ലാം എന്ന തത്വശാസ്ത്രം ബ്രിട്ടീഷുകാരുടെ ജീവിത രീതിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. ബ്രിട്ടീഷ് ജീവിത വ്യവസ്ഥയുമായി ചേർന്ന് പോകുന്ന ഒന്നല്ല, അവർ കടന്നു വരുന്നത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്രിട്ടനിൽ തന്നെ 30% ആളുകൾ ഇസ്ലാം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് ഈ സംഘടനയുടെ സർവേ പറയുന്നുണ്ട്.
ബ്രിട്ടനിൽ 52% ആളുകൾ മുസ്ലിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഏരിയകൾ ഉണ്ടാവണമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ബ്രിട്ടനിലെ അറ്റ്മോസ്ഫിയർ ഒട്ടും സുഖകരമായിട്ടല്ല, എല്ലാ തരത്തിലും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നതെന്നുള്ള അപകടകരമായ സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ വലതുപക്ഷ പാർട്ടികൾ, വലതുപക്ഷ സംഘങ്ങൾ അവർക്കുള്ള ഊർജ്ജം എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ ഈ എലമെൻറ്റ്സ് നമ്മൾ പ്രത്യേകമായി കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ സാമൂഹ്യ സുരക്ഷ പ്രശ്നമാണ്. ഇപ്പോൾ വംശീയതയുടെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ വളരെ മാതൃകാപരമായ സമീപനമുള്ളവരായിരുന്നു. അവർ മാറി എന്ന് പറയുമ്പോൾ വംശീയത ബ്രിട്ടീഷുകാരുടെ രക്തത്തിലുള്ള ഒന്നാണ്. ഹാരി രാജകുമാരൻ്റെ ഭാര്യ രാജകുടുംബത്തിനകത്തുനിന്ന് താൻ അനുഭവിക്കേണ്ടി വന്ന വംശീയതയുടെ ഭാരം എന്തുമാത്രമായിരുന്നു. ഞാൻ ആത്മഹത്യയുടെ വക്കീലെത്തിയെന്ന് അവർ പബ്ലിക്കായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തില്ല. അവർ ഈ എല്ലാ പട്ടവും ഉപേക്ഷിച്ചിറങ്ങിയത് എന്തുകൊണ്ടാണ്? വംശീയത അവർക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇപ്പം എല്ലാ വാർത്തയിലും കാണാം 12 വർഷത്തിന് ശേഷം ഒരു വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ബ്രിട്ടൻ പോകുന്നു. ഈ 12 വർഷം മുമ്പത്തെ ആഭ്യന്തര സംഘർഷം എന്തായിരുന്നു? ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് കേവലമായ വംശീയ താല്പര്യത്തിന് അടിസ്ഥാനത്തിൽ കൊന്നതിനെ ചൊല്ലിയിട്ടുള്ള വലിയ സംഘർഷമായിരുന്നു അത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ സംഘർഷവും വംശീയമായ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടൻ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അടരുകൾക്കകത്ത് വംശീയത ഉണ്ട്. ആ വംശീയത കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കുന്നു. അത് കുറച്ചുകൂടി പ്രവർത്തനക്ഷമമായിട്ട് വികസിക്കുകയാണ്. ആ വികാസം ആ രാജ്യത്തെ മാത്രമല്ല, ഇപ്പോൾ UK-യിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും മലയാളികളും ഒക്കെ ഉള്ളത്. നമ്മളവിടുന്ന് പലതുള്ള വീഡിയോസ് കാണുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ വീട് മാറിപ്പോകുന്നു എന്ന് കേൾക്കുന്നു. കാരണം അവിടെ മൊത്തം ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഞാൻ ടു ബി ഫ്രാങ്ക് നമ്മളുടെ പെരുമ്പാവൂരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അതുപോലെ ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയയിൽ കാണുന്ന ബ്രിട്ടീഷുകാരുണ്ട്. അവിടെ അവർ താമസിക്കാറില്ല, അവർ മാറിപ്പോകുന്നു. അവിടുത്തെ മാർക്കറ്റുകളിലേക്ക് ബ്രിട്ടീഷുകാർ വരാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിവേചനം, വെറുപ്പ്, ആക്രമണോത്സുകത എന്നിവയിലേക്ക് പോകുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചും ഭയങ്കരമായ അലാമിങ് സിറ്റുവേഷനാണെന്ന് നമ്മൾ ഭയപ്പെടാനുണ്ട് ഈ സംഗതിയിൽ. യെസ്, അങ്ങനെ വിദ്വേഷത്തിൻ്റെ അണക്കെട്ട് പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.